സമയം രാവിലെ 4 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ഏകദേശം 25 കിലോമീറ്ററിന് ശേഷം നമ്മളൊരു ചായ കുടിക്കാൻ നിർത്തിയ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കുണ്ടന്നൂർ പാലത്തിൽ കൂടെ കേട്ടോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൻപുറത്തെ വഴികൾ പോലെ ഒരുമാതിരി കുഴികളൊക്കെ കേട്ടോ ഇവിടെ. ഹേ വാട്ട്സപ്പ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊരു 44 കിലോമീറ്റർ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളിത് ഇപ്പം മരടൊക്കെ കഴിഞ്ഞിട്ട് കുണ്ടന്നൂർ പാലവും കഴിഞ്ഞിട്ട് നമ്മൾ ഫോർട്ട് കൊച്ചിക്കുള്ള അടുത്ത പാലത്തിലാട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജിൻ്റെ പേര് പറമ്പിത്ര ബ്രിഡ്ജ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ എന്നാ പറയുന്നത്, ദ ബ്യൂട്ടി ഓഫ് കൊച്ചി എന്ന് വേണമെങ്കിൽ പറയാം. ഇതോ ദൂരെ ഫ്ലാറ്റുകളും, ഇതോ അവിടെ ചേട്ടന്മാർ രാവിലെ തന്നെ വള്ളത്തിൽ വലയെറിയും കേട്ടോ. പിന്നെ അവിടെ ഒരു ഫെറിയും കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇവിടെയൊക്കെ അപ്പോൾ അവിടെയാണ് നമ്മുടെ സൺറൈസ് വരുന്നത് കേട്ടോ. കാരണം ആ ഒരു കളറും കാര്യങ്ങളൊക്കെ കണ്ടാൽ അറിയാം. അപ്പോൾ സൺറൈസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാര്യം പറഞ്ഞാൽ നമ്മളൊരു 3 ദിവസം മുന്നേ കൊച്ചി റൈഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എന്നാ പറയുന്നത്, സംഭവം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും അടുത്ത ദിവസം ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ ഇനിയിപ്പോൾ ലേറ്റ് ആക്കണില്ല, നേരെ ഫോർട്ട് കൊച്ചി പോകും കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഈ ലെഫ്റ്റ് കിടക്കുന്ന വഴി കേട്ടോ നമ്മൾ നമ്മുടെ കവര് കാണാൻ പോയത്, കുമ്പളങ്ങി. അപ്പോൾ ഇത് കോപ്റ്റ് അവന്യൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ചെറിയ വാക്ക്വേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇപ്പം രാവിലെ വാക്കിങ്ങോ റണ്ണിങ്ങോ ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറുണ്ട് കേട്ടോ. അവരുടെയാണ് ഈ വണ്ടികളൊക്കെ കിടക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഒരു വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു നൈസ് സ്പോട്ടാണ് കേട്ടോ ഇത്. എന്താ പറയുന്നത്, എറണാകുളത്തെ അല്ലെ കൊച്ചിയുടെയൊക്കെ ഒരു തിരക്കിൽ നിന്ന് കുറച്ച് മാറിയിട്ട് വൈകുന്നേരം ഒരു ചെറിയ ചായയൊക്കെ കുടിച്ചിരിക്കാൻ. അപ്പോൾ ഇവിടെ വഴി തീരുകയാണ് ഗൈസ്. ഇവിടെ നിന്ന് ലെഫ്റ്റ് റൈറ്റേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് എടുത്ത് ഹാർബർ പാലം, അതാട്ടോ ഇതിൻ്റെ പേര്. അപ്പോൾ ഈ പാലത്തിൻ്റെ റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഫിഷിംഗ് ബോട്ടുകൾ കാണാം കേട്ടോ. അപ്പോൾ ഈ ഫോർട്ട് കൊച്ചി റോഡുകളുടെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ വലിയ മരങ്ങൾ തന്നെയാണ് കേട്ടോ. നമ്മളധികം ഫോർട്ട് കൊച്ചി വന്നിട്ടില്ലാത്തത് കൊണ്ട് ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ വന്നു കേട്ടോ. അതുകൊണ്ട് ഈ റൈറ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ ഒരുപാട് പടങ്ങൾ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചി ബീച്ചിലെത്തി കേട്ടോ. ഇതിപ്പോൾ അങ്ങോട്ട് നോക്കുവാണെങ്കിൽ അവിടെ നമ്മുടെ ഈ മതിലേക്കൂടെ കുറേ ആർട്ട് വർക്കൊക്കെ കാണാം കേട്ടോ. നൈസാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ച്. അപ്പോൾ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ വലിയ നീളത്തിലുള്ള ബീച്ചൊന്നുമില്ല, ആകെ അത് കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് സംഭവം എന്താണെന്ന് വെച്ചാൽ കടലിൽ കയറി വരുന്ന കേട്ടോ. അപ്പോൾ നേരത്തെ ഇതുണ്ടോ, ഈ മതിലൊക്കെ നോക്കുവാണെങ്കിൽ കാണാം. ഇതൊക്കെ അങ്ങോട്ടിരുന്നതാണ് ഇത് അവിടെയൊക്കെ. അപ്പോൾ കടലിൽ കയറി വരുവാണ്. ഇതാണ് പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കൊച്ചിയൊന്നും ഉണ്ടായില്ല എന്ന് പറയുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ വെള്ളം കയറി വരും കേട്ടോ. അതുപോലെ രാവിലെ ചൂണ്ടിടുന്നതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മോർണിംഗ് തന്നെ ബീച്ചിൽ ഇറങ്ങുന്നത് ട്രാവലേഴ്സാണെന്ന് തോന്നുന്നു. അപ്പോൾ രാവിലെ 6:30 സമയമായതുകൊണ്ട് നമുക്കിവിടെ എന്താണ് മോർണിംഗ് വാക്കിംഗ് അല്ലെങ്കിൽ റണ്ണിങ് അല്ലെങ്കിൽ ഒന്ന് വർക്കൗട്ടൊക്കെ ചെയ്യാൻ വന്നവരെ മാത്രമേ കാണാവുള്ളൂ കേട്ടോ.
ഈവനിങ് ഒക്കെ ടൈം, ഈവനിങ് അല്ല, രാവിലെ ഒരു 9 മണി 10 മണിക്ക് ശേഷമൊക്കെ ഒരുപാട് ആൾക്കാരെ കാണാം കേട്ടോ. അപ്പോഴാണ് ഈ ഒരു ചെറിയ കടകളൊക്കെ ആക്റ്റീവ് ആവണേ. അത് കഴിയുമ്പോഴത്തേനും ഒരുപാട് ആളുകൾ വരും. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫോറിനേഴ്സൊക്കെ ഇഷ്ടംപോലെ കാണാം കേട്ടോ ഈ ഒരു ലൊക്കേഷനിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫോർട്ട് കൊച്ചി എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ മേ ബി ഇപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ വരുന്നവരാണെങ്കിലും നേരെ ഇങ്ങോട്ടായിരിക്കും കേട്ടോ വരുന്നത്. അപ്പോൾ വന്നിട്ട് ജസ്റ്റ് ഈ ഒരു ലൊക്കേഷനൊക്കെ കണ്ടിട്ടാണ് പോണത്. പക്ഷേ ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞാൽ ഒരു വാസ്റ്റ് ഏരിയ കേട്ടോ, ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ അതേ നമ്മൾ ഈ വാക്കിംഗ് ബേയിലൂടെ നടന്ന് ഇനിയിപ്പോൾ നേരെ ഇവിടെ നമ്മുടെ ട്രഡീഷണൽ ചൈനീസ് നെറ്റ് ഉണ്ട് കേട്ടോ, ഫിഷിംഗ് നെറ്റ്സ്. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് ആ വഴിയെ നമുക്കങ്ങ് ഇറങ്ങിപ്പോകും. നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ വരുമ്പോൾ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ് ഈ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നോക്കുവാണെങ്കിൽ ആ ഒരു ചേട്ടൻ വന്നിട്ട് കാക്കകൾക്ക് തീറ്റ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് വളരെ റെയറായിട്ട് കാണുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ ദേ അവിടെ നിന്നാണ് സൺറൈസ് വരുന്നത്. അപ്പോൾ കാര്യമാനം സൺറൈസൊക്കെ കഴിഞ്ഞു കേട്ടോ, സൂര്യൻ മേളിലെത്തി. അതിൽ ഇന്ന് ചെറിയൊരു മൂടലുള്ള ദിവസം കേട്ടോ, അതുകൊണ്ട് അധികം കളേഴ്സ് ഒന്നുമില്ല. പിന്നെ ഇതേ ഇന്ന് നോക്കുവാണെങ്കിൽ ഇതേ ചൈനീസ് ഫിഷിംഗ് നെറ്റ് ഒന്നും വെള്ളത്തിൽ ഇറക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പം അത് വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു മീൻ പിടിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് നോക്കുവാണെങ്കിൽ ഇതേ ആൾക്കാർ വലയൊക്കെ എറിയുന്നത് കാണാം. അപ്പോൾ ഇന്ന് ഈ ചൈനീസ് നെറ്റ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഇതും പഴയ ചൈനീസ് നെറ്റിൻ്റെ ബേസ് ആട്ടോ. അപ്പോൾ ഇതൊക്കെ സംഭവം പൊളിച്ച് കളഞ്ഞു. ഇനിയിപ്പോൾ പൊളിച്ച് കളഞ്ഞാണോ അതോ ഇനി തിരുവനടിച്ച് പോയതാണോ എന്നും അറിയത്തില്ല. എന്താണ് ഇവിടെ ഒരു 3 ആളെല്ലാം കാണാം കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ ഒരുപാട് ആൾക്കാർ പറയുന്നത് കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഈ ഒരു ഫോർട്ട് കൊച്ചി മാത്രമാണ് ഈ ചൈനീസ് നെറ്റ് അല്ലെങ്കിൽ ചീന വല കാണുന്നതെന്നൊക്കെ. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, നമുക്ക് നമ്മുടെ തണ്ണീർമുക്കം ബണ്ടിലൊക്കെ പോകുകയാണെങ്കിൽ ഇഷ്ടംപോലെ കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫോർട്ട് കൊച്ചി ബീച്ചും അതിൻ്റെ ഒരു അട്രാക്ഷനും കാര്യങ്ങളൊക്കെ. ഇതാ ഒരു അവിടുത്തെ ഷിപ്പ് യാർഡും വലിയ ഷിപ്പുകളൊക്കെ വരുന്നത്, അതൊരു എന്താ പറയുന്ന ഒരു ഡിഫറെൻറ്റ് കാഴ്ചയാണ്. അപ്പോൾ അതേ ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് നമ്മൾ അവിടെ നിന്നാണ് വന്നത്, ഇനിയിപ്പോൾ തിരിച്ച് ഈ വഴി പോവാണ്. അപ്പോൾ ദേ അവിടെ നോക്കുവാണെങ്കിൽ രാവിലെ വള്ളത്തിലും ബോട്ടിലൊക്കെ വന്ന് മീനിൻ്റെ കച്ചവടമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ദേ നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ചും വാക്വേ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ആക്ച്വലി ഇവിടെ നിർത്താൻ അടിക്കാനായിരുന്നു പ്ലാൻ, പക്ഷേ ജസ്റ്റ് ഒരു ചെറിയ ചേഞ്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ദ ഫേമസ് ഓൾഡ് ഹാർബർ ഹോട്ടൽ. ഇതുകൊണ്ട് നമ്മുടെ എന്താണ് വെഡ്ഡിങ് ഫോട്ടോഷൂട്ടിനൊക്കെ ഫേമസ് ആയിട്ടുള്ളൊരു ലൊക്കേഷൻ കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ പോണതാണ് പ്രിൻസസ് സ്ട്രീറ്റ്. ഇവിടുന്ന് ബർഗർ സ്ട്രീറ്റിലേക്ക് കയറുവാണ്. അപ്പോൾ ജസ്റ്റ് ഫോർട്ട് കൊച്ചിയുടെ എന്താ പറയുന്നത് ഇന്നർ റോഡുകളിൽ കൂടിയൊക്കെയുള്ളൊരു ചെറിയ റൈഡാട്ടോ. സ്കേറ്റിംഗ് ബോർഡ് വെള്ളാട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാനിന് ചെറിയൊരു ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു ചായയും വടയും കഴിക്കാൻ പോകട്ടോ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മട്ടാഞ്ചേരി റൂട്ടിൽ പോകുമ്പം പാലസ് റോഡിൽ ഒരു 2-3 വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് എൻ്റെ പേര് ഞാൻ ഓർക്കണില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം വന്നപ്പോഴത്തേനും അവിടെ രാവിലെ നല്ല ചൂട് വടയും വിത്ത് ചട്നി, പിന്നെ നല്ലൊരു അടിപൊളി ചായയും. അപ്പോൾ എനിക്ക് തോന്നുന്നത് തമിഴ് ആൾക്കാരുടെ കടയാണെന്ന് തോന്നുന്നു, കാരണം ആ ഒരു ടേസ്റ്റാണ് അവർ വന്നേക്കുന്നത്. അപ്പം അത് കഴിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഈ ഫോർട്ട് കൊച്ചി അധികം പരിചയമില്ലാത്തൊരു വരുവാണെങ്കിൽ എന്നാ പറയുന്നത്, ഗൂഗിൾ മാപ്പ് ഇട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം എല്ലാ ചെറിയ ചെറിയ വഴികളും അപ്പോൾ നമ്മുടെ പോക്കറ്റ് റോഡിൽ നിന്ന് ഒരു ചെറിയ മെയിൻ റോഡ് പോലെ കേട്ടോ ഇത്. അങ്ങോട്ട് കയറി എനിക്കൊന്ന് ഇത് നമ്മുടെ കൊങ്ങണീസിൻ്റെ ഏരിയ എന്ന് തോന്നുന്നു. അപ്പോൾ അത് നമ്മളങ്ങനെ ഫോർട്ട് കൊച്ചിന്ന് മാറിയത് മട്ടാഞ്ചേരി എത്തി കേട്ടോ. ഇവിടെ അടുത്താണ് കട. എനിക്ക് കറക്റ്റ് അറിയില്ല, ഏകദേശം സ്ഥലം എത്തുമ്പം മനസ്സിലാവും. നമുക്കിത് നോക്കി പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ കട.
ചേട്ടാ ഒരു ചായ എന്നേക്കോ, ഒരു ചായ. കണ്ടോ നല്ല ചൂട് പറയാം കേട്ടോ. അടിപൊളി. അത് മാത്രം പോരാ, നമ്മള് പഞ്ച്വാലിറ്റി വേണം, അതാണ് ഏർലി മോർണിംഗ് എഴുന്നേൽക്കണം, ഡിസിപ്ലിൻ വേണം. വേറെ മറ്റു ഇതര ബന്ധങ്ങളിലേക്കൊന്നും പോകരുത്. ടൂറ് അങ്ങനെയുള്ള ഇതെങ്ങനെയുണ്ട്, കൊള്ളാമോ സൈക്കിൾ? ഇത് കൊള്ളാം. ഏതാ കമ്പനി? ഇത് മെർഡ എന്ന് പറഞ്ഞ തായ്വാൻ കമ്പനി. പക്ഷേ ഈ പറഞ്ഞ പോലെ സൈക്ലിംഗ് എന്ന് പറഞ്ഞൊരു സ്പോർട്സ് നമ്മൾ കേരളത്തിൽ പോലും അത്രയും പ്രൊമോട്ട് ചെയ്യാത്തതുകൊണ്ട് ആരും അറിയുന്നില്ല. അങ്ങനെയൊക്കെ ഒരു സ്പോർട്സും പ്രൊമോട്ട് ചെയ്തിട്ടില്ല. കാണാം. അപ്പോഴത്തേ നമ്മളിപ്പം സംസാരിച്ച ചേട്ടൻ്റെ പേര് ജോസഫ്. ആൾ ഓണറല്ല കേട്ടോ. അപ്പം ആളുടെ ഫ്രണ്ടാണ് കടയുടെ ഓണർ. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്നത് പുള്ളി നമ്മൾ ഓർക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പുള്ളി ഇങ്ങനെ സംസാരിച്ച് വന്നതാണ്. ഒരുപാട് സംസാരിച്ചു. ഭയങ്കര അറിവുള്ള മനുഷ്യനാണ് കേട്ടോ. പഴയന്നൂർ ഭഗവതി ക്ഷേത്രം. അപ്പോൾ ഇനി നമ്മൾ അധികം ലേറ്റ് ആവണില്ല. സ്ട്രെയിറ്റ് ടു ഹോം ഒരു 50 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന്